പത്തരമാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ നന്ദുവിനെ ഇല്ലാതാക്കാനായിട്ട് അഭി ശ്രമിക്കുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, കാണാനായിട്ട് സാധിക്കുക. അഭിയുടെ മനസ്സിൽ ഇപ്പോൾ നന്ദുവിനോട് വിദ്വേഷവും ദേഷ്യവുമാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് എങ്ങനെയെങ്കിലും നമ്മുടെ അവന്തികയെയും അനിയെയും ഒന്നിപ്പിക്കണം. അതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് നന്ദു ആയതുകൊണ്ട് തന്നെ നന്ദു എന്ന ശല്യത്തെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യം, തങ്ങളുടെ ലക്ഷ്യം സുഖമായി നിറവേറുമെന്നറിയാം. അതിനെക്കുറിച്ച് നമ്മുടെ നവ്യരുടെ അടുത്ത് അഭി സംസാരിക്കുകയാണ്. ആ നന്ദു കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളെ തീർത്താലോ എന്ന് ഒരാലോചനയിലാണ് ഞാൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണോ എന്ന്. ഇതേ സമയം വേണം, അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവന്തികയ്ക്ക് അനിയെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ നവ്യ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ട്രൈ ചെയ്ത് നോക്ക്. അതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാ, നന്ദുവിൻ്റെ മുൻപിലേക്കൊന്നും പോകണ്ട കേട്ടോ, അവൾ നിന്നെ ചവിട്ടി കൂട്ടുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം എനിക്കറിയാം അവളുടെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അഭിയാണെങ്കിൽ നന്ദുവിനെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇവിടെയാണെങ്കിൽ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആദർശം നയനയും അനിയെ ചോദ്യം ചെയ്യുകയും പിടികൂടുകയും ചെയ്തതിന് ശേഷം നിനക്കും നന്ദുവിനും ഒരുപാട് ഇഷ്ടവും കാര്യങ്ങളും ആണെന്നറിയാം. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചു പിടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇത് മറച്ചു വയ്ക്കുന്നത്? എന്ത് ലക്ഷ്യമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നയന ചോദിക്കുന്നത് കാണാം. എന്തിനാണ് നിങ്ങൾ ആരുമറിയാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇനി ഞാനെതിര് നിൽക്കുന്നില്ല എന്ന് നയന പറയുകയാണ്. നീ നന്ദുവിൻ്റെ അടുത്തേക്കാണ് പോകാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ആദർശ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതേ സമയം നീ MD സ്ഥാനം ഒഴിഞ്ഞതുവരെ നന്ദുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാനല്ലേ, അതുകൊണ്ടല്ലേ നീ മുത്തശ്ശനോട് പറഞ്ഞ് MD സ്ഥാനം ഒഴിഞ്ഞത് എന്ന് ആദർശ് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ അനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ, എൻ്റെ അനി, നിനക്ക് കള്ളം പറയാനൊന്നും അറിയില്ലെന്നേ, നിൻ്റെ മുഖം സത്യം വിളിച്ചു പറയുകയാണ്. അതായത് നീയും നന്ദുവും ഒന്നാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ MD ആയിരുന്നപ്പോൾ വലിയ ഉത്തരവാദിത്തം നിൻ്റെ തലയിലേക്ക് കടന്നു വന്നപ്പോൾ നിനക്ക് നന്ദുവിനെ കെയർ ചെയ്യാനോ ശ്രദ്ധിക്കാനോ സാധിച്ചില്ല. അപ്പോൾ നന്ദു നിന്നിൽ നിന്നും ചെറുതായിട്ട് അകന്നു പോകുമോ എന്നൊരു തോന്നൽ നിനക്കുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നീ എന്നെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചതും എന്നിട്ട് MD സ്ഥാനം തിരികെ നൽകിയതും. ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിൽ വെറുതെ ചിരിച്ചുകൊണ്ട് പറയാണ്, ഏട്ടാ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ, നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, എന്തായാലും നീ ഇറങ്ങിയിടത്തേക്ക് പൊക്കോ, നന്ദുവിൻ്റെ അടുത്തേക്കല്ലേ പോകാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അനിയുടെ മുഖം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനായിട്ടൊരുങ്ങുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ നയന പറയുന്നുണ്ട്, പാട്ടും കൂത്തും ഒന്നും വേണ്ട, നീ വിവാഹ നിശ്ചയം മുടങ്ങിയെന്ന് വെച്ച് നീ വളരെ സന്തോഷിക്കുകയും വേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ഏട്ടത്തി എന്ന് പറയാണ്. എനിക്ക് നന്ദുവിനെ അത്രമാത്രം, നന്ദു എനിക്കും അവൾ എനിക്കും ഞാൻ അവൾക്കും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹ നിശ്ചയം മുടക്കിയത്. എൻ്റെ വിവാഹം ഞാൻ മനസ്സുകൊണ്ട് അവളുടെ കൂടെ കഴിഞ്ഞതാണ് എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നന്ദുവിനെ ഇതിൻ്റെ ഇടയിൽ വധിക്കാനൊക്കെ ആയിട്ട് അബി കൊട്ടേഷൻ കൊടുക്കുന്നൊരു കാഴ്ച
കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ടും ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.